ജാനകി ജൂലയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ വലതുവശത്തേക്ക് ഒരു റോഡുണ്ട്. അബ്ബി റോഡിലെ നൂറ്റാണ്ടിലെ പ്രശസ്തമായ ബീറ്റിൽസ് ചിത്രം ആലേഖനം ചെയ്ത ബീറ്റിൽസ് റോഡ്. ഋഷികേശിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് രാജാജി ടൈഗർ റിസർവിലുള്ള ചോറാസി കുടിയ എന്ന സ്ഥലത്താണ്. ഈ ചോറാസി കുടിയ എന്താണെന്ന് ഞാൻ ഇതിനകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച മ്യൂസിക് ബാൻഡ് ഏതാണെന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുക ബീറ്റിൽസ് ആണെന്ന്. ഞാൻ മാത്രമല്ല, മറ്റു പലരും അതേ അഭിപ്രായക്കാരുണ്ടാവും. ഈ ആശ്രമത്തിന് അല്ലെങ്കിൽ ഈ ചോറാസി കുടിയയ്ക്ക് ബീറ്റിൽസ് ആശ്രമം എന്നൊരു പേരുണ്ട്. അപ്പോൾ അതിനെന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്നൊരു യോഗ പദ്ധതിയെക്കുറിച്ച് ആദ്യം അറിയണം. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷനെ കുറിച്ച് അറിയണമെങ്കിൽ മഹർഷി മഹേഷ് യോഗിയെക്കുറിച്ച് അറിയണം. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. ഇങ്ങനെ 200 രൂപയാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ബീറ്റിൽസിനെ കുറിച്ച് ഞാൻ ചെയ്ത ചെറിയ പ്രസൻറ്റേഷൻ കാണാം. ഓക്കെ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ജോൺ ലെനൻ, പോൾ മക്കാർട്ട്നി, ജോർജ് ഹാരിസൺ, റിംഗോ സ്റ്റാർ എന്നിവർ ചേർന്ന് 1960-ൽ ലിവർപൂളിൽ തുടങ്ങിയ ഇംഗ്ലീഷ് റോക്ക് ബാൻഡാണ് പിന്നീട് ലോകത്തിൻ്റെ സംഗീത അഭിരുചികളെ മുഴുവൻ മാറ്റിമറിച്ച ബീറ്റിൽസ്. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ബാൻഡ് ഓഫ് ഓൾ ടൈം എന്നാണ് ബീറ്റിൽസിനെ കുറിച്ച് പൊതുവെ പറയുന്നത്. ട്രഡീഷണൽ പോപ്പ്, ക്ലാസിക്കൽ, ഹാർഡ് റോക്ക്, ഇന്ത്യൻ തുടങ്ങിയ എല്ലാ സംഗീത ശാഖകളെയും അവർ അവരുടെ ഗാനങ്ങളിൽ ഉൾക്കൊള്ളിച്ചു. ലവ് മീ ഡു എന്ന റെക്കോർഡ് ഗാനത്തിനു ശേഷം അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അവർ നിരൂപക ശ്രദ്ധയും കൊമേഴ്സ്യൽ സക്സസും ഒരുപോലെ നേടി. അന്നത്തെ എല്ലാ സെലിബ്രിറ്റികളെയും പോലെ ബീറ്റിൽസും അരാജകത്വം നിറഞ്ഞ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു ജീവിതശൈലിയാണ് പിന്തുടർന്നിരുന്നത്. 60കളിൽ പുറത്തു വന്ന അവരുടെ ലൂസി ഇൻ സ്കൈ വിത്ത് ഡയമണ്ട്സ് എന്ന ഗാനം LSD എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മളിന്ന് MDMA എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു രാസലഹരിയാണ് LSD. സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു ശൂന്യത ബീറ്റിൽസിന് അനുഭവപ്പെടാൻ തുടങ്ങി. സ്പിരിച്വാലിറ്റിയുടെ അഭാവമാണ് ആ ശൂന്യതയ്ക്ക് കാരണം എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവരുടെ അന്വേഷണം മഹർഷി മഹേഷ് യോഗിയിൽ എത്തിച്ചേരുകയാണ്. 1968-ൽ അവർ വലിയ ഒരു പരിവാരത്തോടെ ഋഷികേശിലെ ആശ്രമത്തിലെത്തി. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിലെ ഋഷികേശിലേക്ക് ചുരുങ്ങിപ്പോയ ദിവസങ്ങളായിരുന്നു അത്. 40ഓളം ഗാനങ്ങൾ അവർ ഇവിടെ വെച്ച് രചിക്കുകയും ഈണം പകരുകയും ചെയ്തു. ബീറ്റിൽസിൻ്റെ ഗാനസബരിയിലെ ഏറ്റവും മികച്ച പാട്ടുകളെല്ലാം ഉണ്ടായത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. 3 മാസത്തെ യോഗ പഠനത്തിന് ആണ് അവർ എത്തിയതെങ്കിലും ചില സ്കാൻഡലുകളും തെറ്റിദ്ധാരണകളും കാരണം അതിനു മുമ്പ് തന്നെ അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നല്ല കഠിനമായൊരു ഇൻക്ലൈനാണ്. കുയിലുകളുടെ ശബ്ദം നിങ്ങളും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മായ കയറ്റം കയറുമ്പോൾ ഈ കുയിലിൻ്റെ ശബ്ദത്തിന് പുറമെ ഒരു കിതപ്പിൻ്റെ ശബ്ദം കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അത് എൻ്റേതല്ല, എൻ്റെ കൂടെ വരുന്ന ഒരാളുടേതാണെന്ന് പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ എം അലോൺ.
ഈ കുടീരത്തെയാണ് കുടിയ എന്ന് വിളിക്കുന്നത്. ചൗരാസി കുടിയ എന്ന് പറഞ്ഞാൽ 84 കുടീരങ്ങൾ എന്നാണ്. ഇതുപോലുള്ള 84 കുടീരങ്ങൾ ഈ ആശ്രമത്തിനകത്തുണ്ട്. ഇതിനകത്തൊന്ന് പോയി നോക്കാം. ഇവിടെ ധ്യാനിക്കാനുള്ള ഇടമാണ്. കളിക്ക് സ്റ്റെപ്പുകളുണ്ട്. ഗംഗയിലുള്ള ഉരുളൻ കല്ലുകളെടുത്ത് 70കളിൽ നിർമ്മിച്ചതാണ് ഈ മെഡിറ്റേഷൻ കേവ്സ് എന്നറിയപ്പെടുന്ന ഈ കുടീരങ്ങൾ. നമുക്ക് ഇത് 2 നിലകളിലാണ്. മുകളിലെ കൂടാരം മെഡിറ്റേഷന് വേണ്ടും താഴെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുണ്ട്. ഒരു ടോയ്ലറ്റുണ്ട്. ഇതിനുള്ളിൽ ഇതുപോലെയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റെപ്പുകൾ. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന യോഗ പദ്ധതിയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് 80കളുടെ തുടക്കത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. അന്ന് അതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കേരളത്തിലെങ്ങും അവർക്ക് യോഗ സെൻ്ററുകൾ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ചെന്നൈയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിൽ നിന്നായിരുന്നു സാധാരണ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ നവീന ഗുരുക്കന്മാരുടെ ആർട്ട് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഇന്നർ എൻജിനീയറിങ്, അതുമല്ലെങ്കിൽ മഹായോഗ, രാജയോഗ തുടങ്ങിയ പ്രോഗ്രാമുകളെ പോലെയുള്ള ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് അന്ന് ഈ TM എന്നറിയപ്പെടുന്ന ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷനല്ല, അന്നത്തെ ഈ യോഗിമാർക്കും സാമാന്യ ജനങ്ങൾക്കിടയിൽ വലിയൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കിപ്പം ആചാര്യ രജനീഷിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തെ പറ്റി എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് അന്നത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അതുപോലെയായിരുന്നു മഹർഷി മഹേഷ് യോഗി. ഇതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം യോഗിമാരുടെയൊക്കെ പ്രധാന ശിഷ്യന്മാർ മിക്കവാറും വിദേശികളായിരുന്നു. അതിൽ തന്നെ നല്ലൊരു പങ്കും ഹിപ്പികളുമായിരുന്നു. അപ്പോൾ ഈ ഹിപ്പികളുടെ അന്നത്തെ സാധാരണക്കാർ അരാജകത്വമായ ഒരു ജീവിത രീതി നയിക്കുന്നവരാണ് ഹിപ്പികൾ എന്നൊരു വിശ്വാസമുള്ളവരായിരുന്നല്ല. അതുകൊണ്ട് തന്നെ ഈ അന്നത്തെ യോഗാചാര്യന്മാരെക്കുറിച്ച് ശരിയായ രീതിയിലൊരു വിലയിരുത്താൻ അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. മഹർഷി മഹേഷ് യോഗിയെക്കുറിച്ച് ഞാൻ ചെയ്ത ചെറിയൊരു പ്രസൻറ്റേഷൻ കൂടെയുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. പേടിക്കണ്ട, ഇനി പ്രസൻറ്റേഷനൊന്നുമില്ല, ഇത് ലാസ്റ്റ് പ്രസൻറ്റേഷനാണ്. വീഡിയോ നിർത്തി പോകണ്ട, അതുകൂടി കണ്ടിട്ട് വരിക. എന്നിട്ട് ബാക്കി കാഴ്ചകളോടി കാണാം. 1918 ഇന്നത്തെ ഛത്തീസ്ഗഡിലാണ് മഹേഷ് യോഗി ജനിക്കുന്നത്. മഹേഷ് പ്രസാദ് വർമ്മ എന്നാണ് പൂർവാശ്രമത്തിലെ പേര്.
1942 അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ബിരുദമെടുത്ത മഹേഷ് പ്രസാദ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യരായ ഗുരുദേവ് എന്നറിയപ്പെടുന്ന സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതിയുടെ ശിഷ്യനായി. പിന്നീട് അദ്ദേഹം ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ എന്ന യോഗ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും 1958 ലോക പര്യടനത്തോടെ അദ്ദേഹം വളരെ പോപ്പുലർ ആവുകയും ചെയ്തു. യോഗിയും അദ്ദേഹത്തിൻ്റെ 40,000 ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ ടീച്ചേഴ്സും ചേർന്ന് ഏകദേശം 5 മില്യണിലധികം ആൾക്കാരെ ഈ മെഡിറ്റേഷൻ പദ്ധതി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 60കളിലാണ് ഗുരു ബീച്ച് ബോയ്സ്, ബീറ്റിൽസ് തുടങ്ങിയ മ്യൂസിക് ബാൻഡുകളുമായും മറ്റ് സെലിബ്രിറ്റികളുടെയും ഗുരു ആയി പ്രസിദ്ധി നേടിയത്. 2008 ഫെബ്രുവരി 5 നെതർലാൻഡ്സിൽ വെച്ചായിരുന്നു ഗുരു മരണപ്പെട്ടത്. ആ സമയത്ത് അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു പ്രായം. 60കളുടെ തുടക്കത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഈ ഭൂമി ലീസിനെടുക്കുകയായിരുന്നു മഹേഷ് യോഗി. അന്ന് പലരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നുള്ള പല ആശ്രമങ്ങളും അന്ന് ലീസിനെടുത്ത പിന്നീട് അവരുടെ പേരിലായതാണ്. പിന്നീട് 80കളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലീസ് ഫോറസ്റ്റുകാർ പുതുക്കി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അന്ന് പുതിയ നിയമങ്ങളൊക്കെ വന്ന് അങ്ങനെ ലീസ് പുതുക്കി കൊടുക്കാതെ ഇത് അനാഥമായി ഇങ്ങനെ ഫോറസ്റ്റുകാരുടെ കയ്യിൽ തന്നെ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അതിമനോഹരമായ കെട്ടിടങ്ങളാണ് അന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിമനോഹരമായ കെട്ടിടങ്ങളാണ് മഹേഷ് യോഗി ഇവിടെ നിർമ്മിച്ചത്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ആർക്കിടെക്റ്റുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവയെല്ലാം നശിച്ച് വെറും അസ്ഥികൂടങ്ങളായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വേദന തോന്നുന്നത് സ്വാഭാവികം. 60കളിൽ ഈ ബീറ്റിൽസ് ആശ്രമത്തിന് മാത്രമായിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. പോൾ മെക്കാർട്ട്നിയും റിംഗോ സ്റ്റാറും ഒക്കെ ഇവിടുന്ന് സ്റ്റാമ്പ് വാങ്ങി നാട്ടിലേക്ക് കത്തയച്ചിരുന്നോ? വീഡിയോ ഒരുപാട് പേർ കാണുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊരു ചെറിയ പരാതി എനിക്കുമുണ്ട് കേട്ടോ. ക്യാൻറ്റീൻ എന്ന ബോർഡ് കണ്ടു കഴിഞ്ഞാലേ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല. ക്യാൻറ്റീനിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ചായ കാപ്പിയൊക്കെ ഉണ്ട്. ഒരു റോ കോക്കനട്ട് വാട്ടർ. അങ്ങനെ ഗതകാല പ്രൗഢിയുടെ ഓർമ്മകളുമായി 84 കൂടാരങ്ങളും പിന്നെ കുറേ കെട്ടിടങ്ങളും തകർന്ന് ആരെയോ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. തിരിച്ചു വരാൻ ഇന്ന് മഹേഷ് യോഗിയുമില്ല, ബീറ്റിൽസുമില്ല എന്ന സത്യം അവരറിയുന്നുണ്ടോ എന്തോ. രാജാജി നാഷണൽ പാർക്കിലെ മൃഗങ്ങളെയും പക്ഷികളെയും പറ്റിയും പിന്നെ ബീറ്റിൽസിനെയും മഹേഷ് യോഗിയെയും പറ്റിയുമൊക്കെയുള്ള കുറേ ഫോട്ടോകളുടെ ഒരു ഫോട്ടോ പ്രദർശനവും ഇവിടെയുണ്ട്.
Godspeed to the city streets. ഉത്തരാഖണ്ഡ് എന്ന ദേവഭൂമിയിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. അടുത്ത വീഡിയോകൾ ഉടനെ ഉണ്ടാകും. ദയവായി കാത്തിരിക്കുക. വീഡിയോകൾ കാണുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.